ഹലോ. അപ്പോൾ ഇന്ന് റീനു ആൻറ്റിയൊക്കെ വന്നതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞങ്ങൾ മോർണിംഗ് 7 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വാട്ടർ മെട്രോൻ്റെ ഫസ്റ്റ് ട്രിപ്പിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ വന്നേക്കുന്നത്. ഹൈക്കോർട്ടിൻ്റെ അവിടുത്തെ ഉള്ള വാട്ടർ മെട്രോയിലാണ് കേട്ടോ. അപ്പോൾ ഒരു 7:50 ഒക്കെ ആകുമ്പോഴാണ് കൗണ്ടറൊക്കെ തുറന്നിട്ടുണ്ടാവുക. മാത്രമല്ല ഈ ടൈമിൽ പോകുമ്പോൾ മിക്കവാറും റഷ് ഉണ്ടാവില്ല, നമുക്കൊരുവിധം ഫ്രീ ആയിട്ട് അതിലിരിക്കാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് ഫോർട്ട് കൊച്ചിയിലേക്കായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ട്രിപ്പ്. വൈപ്പിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല, ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. മാത്രമല്ല ഇന്ന് റീനു ആൻറ്റിയൊക്കെ തിരിച്ച് പോകും. ഇവിടെ പോയി വന്നതിന് ശേഷം അവർ റെയിൽവേ സ്റ്റേഷനിൽ ആക്കി കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. വന്നതും ട്രെയിനായിരുന്നു. ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണല്ലോ ഇവരെ വീണ്ടും കാണാൻ പറ്റിയത്. സ്റ്റേ ചെയ്തെങ്കിൽ പോലും പെട്ടെന്ന് ആ ദിവസം കഴിഞ്ഞു പോയതുപോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് മതിയായില്ല എന്ന് വരെ തോന്നിപ്പോയി. അതെനിക്ക് മാത്രമല്ല, ഉമ്മയ്ക്കാണെങ്കിലും നൂനൂനും വീട്ടിലെല്ലാവർക്കും ഈ ഒരു ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈബിനൊത്ത ആളുകളുടെ കൂടെ ഒരു ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റേതായ ഒരു വൈബ് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. നല്ലോണം എൻജോയ് ചെയ്യാനും ആ ഒരു ട്രാവലിംഗ് നമുക്ക് അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ ഇതുപോലുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ, അവർ കാരണം നമ്മളും ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. എനിക്കങ്ങനെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേരുണ്ടെങ്കിലും ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഹാപ്പിനെസ് കൂടെയുള്ളത്. ഇങ്ങനെ ഈ 2 ദിവസവും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. .30 ആയപ്പോഴേക്കും ഫോർട്ട് കൊച്ചിയുടെ ടെർമിനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 8 ആയപ്പോഴാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 30 മിനിറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കും ഉമ്മയ്ക്കും മാത്രം ഇറങ്ങേണ്ടി വന്നില്ല. ബാക്കി എല്ലാവരുടെ അടുത്തും ഒന്ന് ഇറങ്ങിയിട്ട് കയറിക്കോളാൻ പറഞ്ഞു. തിരിച്ചു പോരാനും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം തിരിച്ച് കയറാൻ. അഥവാ ഇനി വാട്ടർ മെട്രോയിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ എടുത്തു പറഞ്ഞത്. ഞങ്ങളെല്ലാവരും മാറി മാറി ഫോട്ടോസും വീഡിയോസൊക്കെ ഓരോ കോർണറിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ തിരിച്ചു പോന്നപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നില്ല. കയറിയ ടൈമിൽ ഉള്ള അത്രയും ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോന്നപ്പോൾ അതിലും കുറവായിരുന്നു. തിരിച്ച് ഹൈക്കോർട്ടിലെ ടെർമിനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഇവർ നേരെ ഇനി പോകുന്നത് വീട്ടിലേക്കല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ പോകുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഈ 2 ദിവസവും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ആൻറ്റിയും അബിയും അമ്മും ഇവർ 3 പേരൊക്കെ ആയിട്ട് ഞങ്ങൾ എന്താ പറയുക, ഒരു നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു ഇതെല്ലാം. എന്തായാലും ഉമ്മയുടെയും റീനു ആൻറ്റീനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ലാസ്റ്റ് പാർട്ടാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.